ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പൈതൻ്റെ മെമ്മറി മാനേജ്മെൻ്റ് ആണ്. പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഡെവലപ്പേഴ്സിൻ്റെ വലിയൊരു ഡ്യൂട്ടി ആയിരുന്നു അവർ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സിന് മെമ്മറി അലോക്കേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ ആവശ്യത്തിന് ശേഷം അത് ഡി അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു പ്രോഗ്രാമിൽ എത്രത്തോളം ഒബ്ജക്ട്സിനെ യൂസ് ചെയ്യുന്നതിനെല്ലാം അവർ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അത് വളരെ വലിയൊരു ഹെക്റ്റിക് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. ഒട്ടുമിക്ക ലാംഗ്വേജുകളിലും ഒന്നെങ്കിൽ ലൈബ്രറി സപ്പോർട്ടോട് കൂടി, ഇപ്പോൾ സിയിലൊക്കെയാണെങ്കിൽ ലൈബ്രറി സപ്പോർട്ടോട് കൂടി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മെമ്മറി മാനേജ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബേസിക്കലി പൈതണിൽ രണ്ട് ടൈപ്പ് മെമ്മറിയാണുള്ളത്, സ്റ്റാക്കും ഹീപ്പും. സ്റ്റാക്ക് ഫോളോ ചെയ്യുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ്. ഏറ്റവും അവസാനം സ്റ്റാക്കിലേക്ക് ആഡ് ചെയ്യുന്നതിനെ ആയിരിക്കും ആദ്യം സ്റ്റാക്കിൽ നിന്ന് പുറത്തേക്ക് പുഷ് ചെയ്യുന്ന പോപ്പ് ചെയ്ത് കളയുന്നത്. ആൻഡ് സ്റ്റാക്കിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഓരോ ഫംഗ്ഷനായിട്ടാണ് സ്റ്റാക്കിലേക്ക് ആഡായി വരുന്നത്. ആൻഡ് നമ്മൾ ആ ഫംഗ്ഷനിൽ യൂസ് ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസ്, അതേപോലെ നമ്മൾ ആ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സൊക്കെയാണ് ഈ ഒരു സ്റ്റാക്ക് ഫ്രെയിം എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മൾ ഈ ഒരു ബോക്സായിട്ട് കാണുന്നതിന് നമുക്ക് സ്റ്റാക്ക് ഫ്രെയിം എന്ന് പറയാം. ഒരു നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ കൂടെ ആയിരിക്കും ഇതിനെ പാസ് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ലോക്കൽ വേരിയബിൾസൊക്കെ ഇതിൻ്റെ അകത്തുണ്ടാവും. ആൻഡ് ഇതിലേക്ക് വരുന്ന ഒബ്ജക്ട്സ് എല്ലാം നമ്മൾ ഹീപ്പ് എന്ന് പറയുന്ന വേറൊരു മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഹീപ്പ് ഒരു അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ളൊരു ഡാറ്റ സ്ട്രക്ചറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ മെമ്മറി നമുക്ക് എവിടെയാണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റയുടെ സൈസിനനുസരിച്ച് ചിലപ്പോൾ അടുത്തടുത്തുള്ള ലൊക്കേഷനൊന്നും ആയിരിക്കും, ചിലപ്പോൾ ഇത് വേറൊരു സ്ഥലത്തായിരിക്കും, അത് വേറൊരു സ്ഥലത്തായിരിക്കും. അതുകൊണ്ടാണ് ഈ ഹീപ്പ് എന്ന് പറഞ്ഞ ഡാറ്റ സ്ട്രക്ചർ അത്ര ഓർഡേർഡ് അല്ലാതെ വരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്ന വേറൊരു കാര്യം, ഹീപ്പിൽ രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറിയിലാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് മെമ്മറി പൂൾ എന്ന് പറയും, അതേപോലെ അടുത്തതിന് പറയുന്ന പേരാണ് ബ്ലോക്ക് അലോക്കേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് 512 ബൈറ്റ്സിന് താഴെയാണെങ്കിൽ അത് നമ്മളിവിടെ മെമ്മറി പൂളിൽ സ്റ്റോർ ചെയ്യും. 512 ബൈറ്റ്സിന് മുകളിലേക്കാകുമ്പോൾ നമ്മളതിനെ ബ്ലോക്ക് അലോക്കേഷനിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ആൻഡ് ബ്ലോക്ക് അലോക്കേഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്, നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ മെമ്മറി എടുത്തിട്ട് അലോക്കേറ്റ് ചെയ്തായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ഡി അലോക്കേറ്റ് ചെയ്യുമ്പോൾ അത് വീണ്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് സ്റ്റാക്കും ഹീപ്പും വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് അറിയാം, പൈതണിൽ ഇപ്പോൾ നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനെ എടുത്താലും പൈതണിൽ ഏതെടുത്താലും നമുക്കതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ എടുത്താലും, ഒരു സ്ട്രിങ് എടുത്താലും, ഒരു ഫംഗ്ഷൻ എടുത്താലും, എവറിത്തിങ് ഈസ് ആക്ച്വലി ആൻ ഒബ്ജക്റ്റ് ഇൻ പൈതൺ. ആൻഡ് നമ്മളെല്ലാവരും മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് പൈതൻ്റെ സി വെച്ചിട്ടുള്ളൊരു ഇംപ്ലിമെൻറ്റേഷനാണ്. ഇപ്പോൾ പൈതൺ സി അല്ലാതെ തന്നെ ജാവ, റൂബി എന്നീ ഒത്തിരി ലാംഗ്വേജുകളിൽ പൈതൺ അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇൻറ്റേർണലി പൈതൺ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ റെഫർ ചെയ്യുന്നതെന്നാണ് നമ്മളോട് കാണുന്നത്. ഡൈനാമിക് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഒരു ഡാറ്റ ടൈപ്പിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നതെന്ന്. അത് റൺ ടൈമിലാണ് പൈതൺ തിരിച്ചറിയുന്നത്, അത് ഇൻറ്റേർണലി ചെയ്യുന്നതാണ്. ഓരോ ഒബ്ജക്റ്റിനെ പൈതൺ ഇൻറ്റേർണലി ഇങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഓരോ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇൻറ്റേർണൽ പൈതൺ ഓരോ ഒബ്ജക്റ്റിനെ സ്പെസിഫൈ ചെയ്യുന്നത്. ആൻഡ് അതിനൊരു ടൈപ്പ് ഉണ്ടാവും. ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഡാറ്റ ടൈപ്പ് ഇൻഡോ സ്ട്രിങ്ങോ എന്താണോ അത്, പിന്നെ നമ്മൾ എന്ത് വാല്യൂ ആണ് അതിൽ സ്റ്റോർ ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ റെഫറൻസ് കൗണ്ട്. ഈ റെഫറൻസ് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒബ്ജക്റ്റിനെ ഒരു 10 എന്ന് പറയുന്ന ഈ ഒരു ഇൻറ്റീജർ ഞാൻ ഈ ഒരു വേരിയബിളിലേക്ക് വെക്കാൻ നേരത്ത് അതിൻ്റെ ടൈപ്പ് ഇൻറ്റീജർ ആൻഡ് അതിൻ്റെ വാല്യൂ 10, അതിൻ്റെ റെഫറൻസ് കൗണ്ട് 1 ആയി. ഇനിയിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ വേറൊരു വേരിയബിളിൽ കൂടി ഈ ഒരു വാല്യൂ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ B=A എന്ന് പറഞ്ഞ് ഞാൻ അസൈൻ ചെയ്താൽ അവിടെ ഈ റെഫറൻസ് കൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ 2 ആയിക്കൊണ്ടിരിക്കും. ആൻഡ് പൈതൺ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് പൈതൺ മെമ്മറി മാനേജർ ചെയ്തോളും. ആൻഡ് പൈതണിൽ ഡി അലോക്കേഷൻ സഹായിക്കുന്നത് ഗാർബേജ് കളക്ടറാണ്. ആൻഡ് ഗാർബേജ് കളക്ടർ ഇവിടെ ഫോളോ ചെയ്യുന്നത് മാർക്ക് ആൻഡ് സ്വീപ്പ് എന്ന് പറയുന്ന ഒരു അൽഗോരിതമാണ്. അത് പൈതണിലും ജാവാസ്ക്രിപ്റ്റിലൊക്കെ ഫോളോ ചെയ്യുന്നൊരു സ്വീപ്പിംഗ് അൽഗോരിതമാണ്. ആൻഡ് ദെൻ അത് 2 ടൈപ്പ് ഓഫ് ഗാർബേജ് കളക്ഷനാണ് പൈതണിലുള്ളത്. ഒന്ന് ഈ റെഫറൻസ് കൗണ്ടിങ് ബേസ് ചെയ്തിട്ടുള്ളതും, പിന്നെ ഈ ജനറേഷണൽ ഗാർബേജ് കളക്ഷൻ എന്ന് പറയും. ആദ്യം നമുക്ക് റെഫറൻഷ്യൽ കൗണ്ടിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാനൊരു എക്സാമ്പിളിലൂടെ ഒരു ഫംഗ്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു ആഡ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. അതിലേക്ക് ഞാൻ 2 പാരാമീറ്ററിനെ പാസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ സി എന്ന് പറയുന്ന ഒരു ലോക്കൽ വേരിയബിളിലേക്ക് ആ 2 പാസ് ചെയ്ത വാല്യൂവിനെ ആഡ് ചെയ്തിട്ട് ഞാൻ റിട്ടേൺ ചെയ്യുന്നു. ഈ 10ാമത്തെ ലൈനിൽ ഞാൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് 10, 20 എന്ന് പറയുന്ന
രണ്ട് ഇൻറ്റീജർ വാല്യൂസിനെ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഈ 10ാമത്തെ ലൈൻ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇൻ്റർപ്രീറ്റർ നമ്മുടെ സ്റ്റാക്കിലേക്ക് ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഒരു മെത്തേഡ് ഫ്രെയിം പുഷ് ചെയ്യും. നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു 2 ആർഗ്യുമെൻറ്റ്സ് എക്സും വൈയും, എക്സിലേക്ക് 10 എന്നുള്ളൊരു വാല്യൂ ഉള്ള ഒരു ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യും, ആൻഡ് വൈയിലേക്ക് 20 എന്നുള്ളൊരു വാല്യൂ ഉള്ള ഒരു ഇൻറ്റീജർ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുകയും ചെയ്യും. ആൻഡ് അത് അടുത്ത 2ാമത്തെ ലൈൻ റീഡ് ചെയ്തിട്ട് 10ഉം 20 കൂടെ ആഡ് ചെയ്തിട്ട് 30 എന്നുള്ളൊരു ഇൻറ്റീജർ ഒബ്ജക്റ്റ് ഓൾറെഡി നമ്മൾ ഹീപ്പിൽ ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ അതിനെ തന്നെ റെഫർ ചെയ്യും. ഇല്ലാത്ത സ്ഥിതിക്ക് അത് പുതിയൊരു ഇൻറ്റീജർ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് സി എന്ന് പറയുന്ന നമ്മൾ ലോക്കൽ വേരിയബിളിലേക്ക് വയ്ക്കും. ആൻഡ് അടുത്ത ലൈനിലേക്ക് എത്തുമ്പോൾ സി റിട്ടേൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് 3ാമത്തെ ലൈനിൽ നിന്ന് ആ ഒരു പർട്ടിക്കുലർ 30 എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റീജർ ഒബ്ജക്റ്റിൻ്റെ വാല്യൂവിനെ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. അതിനെ നമ്മൾ റിസൾട്ടിലേക്ക് എത്തിക്കും. ആൻഡ് ഈ ഒരു ലൈൻ കഴിഞ്ഞ് നമ്മൾ 11ലേക്ക് എത്തുമ്പോഴുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഫംഗ്ഷൻ്റെ യൂസേജ് ഇവിടെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനെ ഈ സ്റ്റാക്ക് പോപ്പ് ചെയ്ത് കളയുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ ഇവിടെ കട്ടാവുന്ന സമയത്ത് ഇവിടെ നമുക്ക് വേറെ റെഫറൻസ് ഇല്ല. ഈ 10 എന്ന് പറയുന്ന ഇൻറ്റീജർ ഒബ്ജക്റ്റ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ പ്രോഗ്രാമിൽ നമ്മളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട രീതിയിൽ ഇതിൻ്റെ 10ൻ്റെ റെഫറൻസ് കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ 1 ആയിരിക്കും. അപ്പോൾ ഈ ഒരു വേരിയബിൾ കട്ടാവുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഫംഗ്ഷൻ ഈ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യുന്ന സമയത്ത് ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ പോകുന്നത് കൊണ്ട് ഇവിടെയുള്ള ഈ 10 എന്ന് പറയുന്ന ഇൻറ്റീജർ ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയി മാറും. സോ ഇതിന് ഗാർബേജ് കളക്ഷൻ നടത്തും. അതേപോലെ തന്നെ വൈൻ്റെ ഇവിടെ 20 ആവുന്നതുകൊണ്ട് അതിനെ ഗാർബേജ് കളക്ഷൻ നടത്തും. ഇവിടെ സിയിൽ നിന്ന് നോക്കുമ്പോൾ സിയിൽ ഇവിടെ 30 എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. ആൻഡ് അത് ഫംഗ്ഷനിൽ നിന്ന് പോപ്പ് ചെയ്ത് കളയുകയും ചെയ്തു. പക്ഷേ നമ്മൾ 30യുടെ റിസൾട്ടിലേക്ക് റിട്ടേൺ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ 30 എന്ന് പറയുന്ന ഇൻറ്റീജർ ഒബ്ജക്റ്റിന് ഈ 10ാമത്തെ ലൈനിന് ശേഷം അത് വിത്ത് ഹോൾഡ് ചെയ്യും. കാര്യം റിസൾട്ട് ആ സമയത്ത് നമ്മൾ ഈ 30 എന്ന് പറയുന്ന ഇൻറ്റീജർ ഒബ്ജക്റ്റിന് റെഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റെഫറൻസ് കൗണ്ട് സ്റ്റിൽ 1 ആയിട്ടിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ അതൊരിക്കലും ഈ 30 എന്ന് പറയുന്ന ഇൻറ്റീജറിനെ ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയത്തില്ല. ആൻഡ് നമ്മൾ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റാക്ക് ഫ്രെയിമിലും ഈ ഒരു ലോക്കൽ വേരിയബിൾസ് അതേപോലെ തന്നെ നമ്മൾ പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സിനെയൊക്കെ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു ഫംഗ്ഷൻ വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു ഇവിടെയാണല്ലോ ഞാൻ കോൾ ചെയ്തേക്കുന്നത്. ഈ ഒരു കോൾ ചെയ്തേക്കുന്നതിന് തിരിച്ച് ഈ 10ാമത്തെ ഇവിടേക്കാണ് വരേണ്ടതെന്ന് കൂടി സ്റ്റാക്ക് ഫ്രെയിമിൽ പൈതൻ ഇന്ത്യയാണല്ലോ നോട്ട് ചെയ്ത് വെക്കുന്നത്. വെച്ചാൽ ഞാൻ ഈ കൺട്രോൾ തിരിച്ച് ഈ കോളിന് ശേഷം ഏതിലേക്ക് എത്തിക്കേണ്ടതെന്ന് കൂടി പൈതൻ അതിൻ്റെ അകത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് റെഫറൻസ് കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. റെഫറൻസ് കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എപ്പോഴാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് കൗണ്ട് 0 ആവുന്നത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഗാർബേജ് കളക്ടർ ആ ഒരു ഒബ്ജക്റ്റിനെ ഡീഅലോക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് ജനറേഷണൽ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത്. ഈ ജനറേഷണൽ ഗാർബേജ് കളക്ഷൻ എന്തുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യം കണ്ട റെഫറൻസ് കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിന് ഒരു പോരായ്മയാണ്. അത് കാരണമാണ് ജനറേഷണൽ ഗാർബേജ് കളക്ഷൻ ഇവിടെ പൈതണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത എക്സാമ്പിളിൽ കാണാൻ പോകുന്നത്. എന്തുകൊണ്ട് ജനറേഷണൽ ഗാർബേജ് കളക്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണമെന്ന് പറയുന്നത് സൈക്ലിക് റെഫറൻസുകളെ ഒരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ആവുന്ന ഒബ്ജക്ട്സ് നമ്മുടെ മെമ്മറിയിലേക്ക് അക്യുമുലേറ്റ് ആവാൻ മെമ്മറി ഫില്ലാവാനും കാരണം. സോ ഈ ഒരു ഒബ്ജക്ട്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്ന അപ്രോച്ച് കൊണ്ടുവന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ ബേസിക്കലി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ സാമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ അകത്തൊന്നുമില്ല. ഞാൻ അതിനൊരു ഒബ്ജക്റ്റ് 1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് 2നെ ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ഒബ്ജക്റ്റ് 1ൻ്റെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളായിട്ട് ഞാൻ നമ്മുടെ ഒബ്ജക്റ്റ് 2നെ അതിലേക്ക് റെഫർ ചെയ്തു. ആൻഡ് ഒബ്ജക്റ്റ് 2ൻ്റെ ഒരു ഇൻസ്റ്റൻസ് വേരിയബിളായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് 1നെ ഒബ്ജക്റ്റ് 2ലേക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഇന്ത്യയിൽ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മെമ്മറിയിൽ നോക്കിയാണ് ഒബ്ജക്റ്റ് 1 പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒരു ഒബ്ജക്റ്റിനെയാണ്. ഓക്കെ, ഈ ഒരു ഒബ്ജക്റ്റിനെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ മെമ്മറിയിലെ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ ഒരു ലൈൻ ഇവിടെ ഇല്ലയെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, വെച്ചാൽ ഒബ്ജക്റ്റ് 1 സാമ്പിളും ഒബ്ജക്റ്റ് 2 സാമ്പിളും മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ. ഇത് ഇപ്പോൾ രണ്ടും ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മുടെ ഒബ്ജക്റ്റ് 1 പോയിൻ്റ് ചെയ്യുന്നത് ഈ ഒരു പർട്ടിക്കുലർ ബ്ലൂ കളറിലുള്ള ബി എന്നുള്ള ഈ ഒബ്ജക്റ്റിനെയാണ്. ബി ഇല്ല സമയത്ത് ഈ ഒരു ഒബ്ജക്റ്റിനാണ്. അപ്പോൾ ഇതിൻ്റെ റെഫറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 1 ആണ്. ആൻഡ് ഒബ്ജക്റ്റ് 2 സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒബ്ജക്റ്റിനെ ഇപ്പോൾ പോയിൻ്റ് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റെഫറൻസ് കൗണ്ട് 1 ആണ്. പക്ഷേ ഇവിടെ ഒബ്ജക്റ്റ് 1.b ഒബ്ജക്റ്റ് 2 എന്ന് ഞാൻ എഴുതി കൊടുക്കുന്ന സമയത്ത് ഈ ബി ഇവിടെ എയിലേക്ക് പോയിൻ്റ് ചെയ്യും, ഒബ്ജക്റ്റ് 2ലേക്ക് പോയിൻ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ റെഫറൻസ് കൗണ്ട് വെച്ചാൽ ഒബ്ജക്റ്റ് 2ൻ്റെ റെഫറൻസ് കൗണ്ട് 2 ആയിട്ട് കൂടും.
കാര്യം ഇതിൽ ഇൻസ്റ്റൻസ് വേരിയബിളായ ബി ഈ ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്യാം. ഇതിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾ രണ്ടായിട്ട് ഇതിൻ്റെ റെഫറൻസ് കൗണ്ട് രണ്ടായിട്ട് കൂടെ ഈ ഒരു ഒബ്ജക്റ്റ് ഡോട്ട് എ എന്ന് പറയുന്ന ഇൻസ്റ്റൻസ് വേരിയബിൾ ഒബ്ജക്റ്റ് 1ലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ റെഫറൻസ് കൗണ്ട് രണ്ടായിട്ട് മാറുകയും ചെയ്യും. ഇനി എനിക്ക് ഇതിൻ്റെ പ്രോഗ്രാമിൽ ആവശ്യമൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ അവിടെ താഴെ എഴുതണം ഡിലീറ്റ് ഒബ്ജക്റ്റ് 1 എന്ന് ഞാൻ എഴുതുക. ഈ ഒരു വേരിയബിളിനെ ഞാൻ ഡിലീറ്റ് ചെയ്തു. അതിൻ്റെ ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ ഞാൻ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഇൻറ്റേർണലി ഈ അതുവരെ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ രണ്ടിൻ്റെ റെഫറൻസ് കൗണ്ട് 2 ആയിരുന്നെങ്കിൽ ഈ രണ്ട് വേരിയബിളിനെ ഞാൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ റെഫറൻസ് കൗണ്ട് 2ൽ നിന്ന് 1 ആവും. അതേപോലെ തന്നെ ഇതിൻ്റെ 2ൽ നിന്ന് 1 ആവും. അപ്പോൾ നോർമലി നമ്മൾക്കറിയാം, മുമ്പ് നമ്മൾ കണ്ട റെഫറൻസ് കൗണ്ടിങ് എന്നുള്ള മെക്കാനിസം വെച്ചിട്ട് 0 ആയാൽ മാത്രമേ ഗാർബേജ് കളക്ടറിന് ഇതിനെ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഈ ഒരു സൈക്ലിക് റെഫറൻസ് ഒന്നുമുണ്ട്. ഈ രണ്ട് ഒബ്ജക്റ്റും അതിനെ തമ്മിൽ പോയിന്റ് ചെയ്തുകൊണ്ടും ഇനി അതല്ലാതെ തന്നെ ഒരു ഒബ്ജക്റ്റിന് സെയിമായിട്ട് അതിനെ തന്നെ റെഫർ ചെയ്യും. അങ്ങനെയും സൈക്ലിക് റെഫറൻസ് ഉണ്ടാവും. സോ ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഒരിക്കലും ഇതിൻ്റെ റെഫറൻസ് കൗണ്ട് 0 ആകത്തില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഗാർബേജ് കളക്ടറിന് ഒരിക്കലും ഈ ഒബ്ജക്ട്സിൻ്റെ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒബ്ജക്റ്റുകളെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജനറേഷൻ ഗാർബേജ് കളക്ഷൻ എന്ന് പറയുന്നത് വരുന്നത്. അത് വരുന്നതിൻ്റെ ഒരേ ഒരു കാരണം സൈക്ലിക് റെഫറൻസുകളാണ്. അതിനതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിൽ 3 ജനറേഷനായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യും. ഓക്കെ, ജനറേഷൻ 0, ജനറേഷൻ 1, ജനറേഷൻ 2. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളിങ്ങനെ വിചാരിച്ചാൽ ഒരു സെറ്റ് ഓഫ് ലിസ്റ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, ആൻഡ് ഈ ജനറേഷൻ 1ൽ ഒത്തിരി ഒബ്ജക്ട്സ് ഉണ്ടാവും. ഈ 3 ജനറേഷനിലും ഏറ്റവും കൂടുതൽ ഒബ്ജക്റ്റുകളുള്ളത് ജനറേഷൻ 0യിലായിരിക്കും. ജനറേഷൻ 1ൽ അതിലും കുറവായിരിക്കും, ജനറേഷൻ 2ൽ അതിലും കുറവായിരിക്കും. അപ്പോൾ ഈ ജനറേഷൻ 2ലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാമിൽ ലോങ് ലീവിങ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഏറ്റവും ഗ്ലോബലായിട്ടുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും ഇവിടെ ഉള്ളത്. അത് ആ ഒരു ലെവലല്ലെങ്കിലും ഏതാണ്ട് അതിൻ്റെ ഒരു ലെവലെത്തുന്ന രീതിയിലുള്ള ഒബ്ജക്ട്സ് ആയിരിക്കും അടുത്തുള്ളത്. ഈ ജനറേഷൻ 0ഇലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോക്കലി ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്ട്സ്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ചാൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ദീസ് ഒബ്ജക്ട്സ് ആക്ച്വലി ഡോണ്ട് ലീവ് ലോങ്, ഒത്തിരി നാളിത് ജീവിക്കാത്തൊരു ടൈപ്പ് ഒബ്ജക്ട്സ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ജനറേഷൻ 0ഇലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഗാർബേജ് കളക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുന്നത്, ഇന്റേണലി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ഈ സൈക്ലിക് റെഫറൻസിൻ്റെ ഒരു ഇഷ്യൂ അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒബ്ജക്റ്റ് 1 എന്ന് പറയുന്ന ഒരു റെഫറൻസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് 2 എന്ന റെഫറൻസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റും മെമ്മറിയിൽ ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ റെഫറൻസ് കൗണ്ട് 1 ആയതുകൊണ്ട് തമ്മിൽ അവർ റെഫർ ചെയ്യുന്നത് കൊണ്ടും. പക്ഷേ ഈ രണ്ട് ഒബ്ജക്റ്റിനെ നമുക്ക് ആ സമയത്ത് മെമ്മറിയിൽ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നമ്മളുടെ ഒബ്ജക്റ്റ് 1 എന്ന് പറയുന്ന ഈ ഒരു വേരിയബിൾ നമ്മൾ ഡിലീറ്റ് ചെയ്തു. ഈ ഒരു വേരിയബിൾ ഈ ഒരു ഒബ്ജക്റ്റിനെ പോയിന്റ് ചെയ്താൽ മാത്രമേ എൻ്റെ പ്രോഗ്രാമിൽ എനിക്ക് ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ ഈ ഒരു വേരിയബിൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റിനെ എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് രണ്ടിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടും ഇത് മെമ്മറിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം റെഫറൻസ് കൗണ്ട് ഉള്ളതുകൊണ്ടാണ്. സോ ബേസിക്കലി ഇതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻറ്റേർണൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇതൊരു ബൈനറി ട്രീ പോലെയാവും. ഇതെന്ത് ചോദിച്ചാൽ നമ്മളെ പ്രോഗ്രാമിൽ ഇപ്പോൾ ജനറേഷൻ 0ഇലാണ് ഇത് നടത്തുന്നതെങ്കിൽ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിലുള്ള ഓരോ ഒബ്ജക്ട്സിനെ ഇത് റീഡ് ചെയ്തിട്ട് എക്സ്റ്റേണൽ റെഫറൻസ് ഉള്ള ഒബ്ജക്റ്റുകളെല്ലാം ഇത് മാർക്ക് ചെയ്യും. എക്സ്റ്റേണൽ റെഫറൻസ് ഇല്ലാത്ത ഒബ്ജക്റ്റുകളെല്ലാം ഇത് മാർക്ക് ചെയ്യത്തില്ല. അപ്പോൾ എക്സ്റ്റേണൽ റെഫറൻസ് ഉള്ളതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ പ്രോഗ്രാമിൽ ഇപ്പോൾ ഒബ്ജക്റ്റ് 1 ഡോട്ട് ഇതൊന്ന് നമ്മൾ കോൾ ചെയ്യുന്ന രീതിക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഒബ്ജക്റ്റ് ഈ എക്സ്റ്റേണൽ റെഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിത് ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിന് രണ്ടിന് എക്സ്റ്റേണൽ റെഫറൻസ് ഇല്ല. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റെഫർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ പ്രോഗ്രാമിൽ അകത്തുനിന്നുകൊണ്ട് നമുക്ക് പിന്നെ ഈ ഒബ്ജക്ട്സിന് വാല്യൂ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനാണ് ഈ എക്സ്റ്റേണൽ റെഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്റ്റേണൽ റെഫറൻസ് ഇല്ലാത്ത എല്ലാ ഒബ്ജക്റ്റിനും ഇത് മാർക്ക് ചെയ്യത്തില്ല. ആൻഡ് ഈ മാർക്ക് ചെയ്ത ഒബ്ജക്റ്റിനെ മാത്രം ഇത് വെച്ചിട്ട് ഈ മാർക്ക് ചെയ്യാത്ത എല്ലാ ഒബ്ജക്റ്റിനെയും ഇത് മെമ്മറിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് കളയും. അപ്പോൾ ഈ സൈക്ലിക് റെഫറൻസ് കൊണ്ട് ഉണ്ടായിട്ടുള്ള എല്ലാ ഒബ്ജക്ട്സും നമ്മൾ മെമ്മറിയിൽ നിന്ന് ക്ലിയർ ആയിട്ട് മെമ്മറി ഫ്രീ ആവുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ ജനറേഷൻ 0ൽ ഞാനൊരു ഗാർബേജ് കളക്ഷൻ നടത്തിയിട്ട് അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ഒബ്ജക്ട്സിനെല്ലാം ഞാൻ ജനറേഷൻ 1ലേക്ക് പാസ് ചെയ്യും. ആ ജനറേഷൻ 1ൽ നിന്ന് സർവൈവ് ചെയ്യുന്ന ജനറേഷൻ 2ലേക്ക് എത്തും. ആൻഡ് ഈ ജനറേഷൻ 1ഉം 2ലും ഗാർബേജ് കളക്ഷൻ നടക്കുന്നത് വളരെ കുറവായിട്ടാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടക്കുന്നത് ഈ ജനറേഷൻ 0 ആണ്. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞൊരു പ്രിൻസിപ്പൾ, ഒബ്ജക്ട്സ് ഡോണ്ട് ലീവ് ലോങ്. ഒത്തിരി നാൾ ഒബ്ജക്ട്സ് നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വളരെ കുറച്ച് ഒബ്ജക്ട്സ് മാത്രമേ ലൈഫ് ലോങ് ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചിലപ്പോൾ ലോക്കലിയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഇതിനുള്ളത്. ആൻഡ് ഇതിനൊരു എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓഫീസിലൊക്കെ നമ്മൾ ആളുടെ അടുത്താൽ ഇത്ര വർഷം ഇരിക്കും നമ്മൾ പ്രൊമോഷൻ കൊടുക്കുമെന്ന് പറയുന്നത്. പ്രൊമോഷൻ കൊടുത്ത ഒരു കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഇപ്പോൾ അവിടെ നിന്ന് വീണ്ടും ഇരുന്ന് കുറച്ചും കൂടെ സീനിയർ ആയിട്ടുള്ള പൊസിഷനിലേക്ക് ഇപ്പോൾ ഏതാണ്ട് അതേ കണക്കാണ്. ഇതിലിരിക്കുന്ന ഈ ജനറേഷൻ 2ലുള്ളതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ പ്രോഗ്രാമിൽ ലോങ് ലീവ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്.
അത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ പൈതൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട് മെമ്മറി മാനേജ്മെൻറ്റിനെ കുറിച്ച്, മാർക്ക് ആൻഡ് സ്വിഫ്റ്റ് അൽഗോരിതത്തിനെ കുറിച്ച് നിങ്ങൾക്ക് നോക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ട്രീ സ്ട്രക്ചർ, ഇത്തിരി ഡാറ്റ സ്ട്രക്ചറൊക്കെ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അത് നോക്കി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമുക്കിതിനെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ GC എന്ന് പറയുന്ന മോഡ്യൂൾ നമുക്ക് ഇനിഷ്യലി ഡിഫോൾട്ടായിട്ട് ഇനേബിൾ ആണ്. എന്നുവെച്ചാൽ നമ്മളിതൊരിക്കലും നമുക്കിത് ആക്ച്വലി ചെയ്യാൻ, ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂവിൽ ഇരിക്കാൻ നേരത്തെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഫോൾട്ടായിട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. GC എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് GCനെ നിങ്ങൾക്ക് ആക്ച്വലി ഇനേബിളും ഡിസേബിളും ഒക്കെ ചെയ്യാം. പക്ഷേ അത് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ അത് വളരെ വേഴ്സിലുള്ളൊരു അപ്രോച്ചാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത് ഇൻറ്റേർണലി അത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നതാണ് ബെറ്റർ. ആൻഡ് നിങ്ങൾക്ക് റെഫറൻസ് കൗണ്ട് ഒരു പർട്ടിക്കുലർ വേരിയബിളിൻ്റെ അടുത്ത് കാണണമെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്ന മോഡ്യൂളിൽ getref കൗണ്ട് എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. അതിൽ നിങ്ങൾ വേരിയബിളിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എത്ര പ്രാവശ്യം അതിൻ്റെ റെഫറൻസ് കൗണ്ട് ഉണ്ടെന്ന്. പിന്നെ getref കൗണ്ട് എന്ന് പറയുന്നൊരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഒരു A എന്ന് പറയുന്നതിലേക്ക് നിങ്ങളിപ്പോൾ ഒരു 10 എന്ന് പറയുന്ന ഒരു ഇൻറ്റീജറിനെ വെച്ചിട്ട് ദെൻ നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് നോക്കുകയാണ് സിസ്റ്റോട്ട് getref കൗണ്ടിലോട്ട് നിങ്ങൾ ആ ഒരു വേരിയബിളിനെ പാസ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 2 എങ്ങനെ വന്നെന്ന് വെച്ചാൽ നിങ്ങൾ getref കൗണ്ട് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വേരിയബിളിനകത്തേക്ക് നിങ്ങൾ ആ ഒരു വേരിയബിളിനെ പാസ് ചെയ്യുമ്പോൾ ഇൻറ്റേർണലി ഒരു റെഫറൻസ് കൂടി അതിൻ്റെ അകത്ത് വയ്ക്കും. അതുകൊണ്ടാണ് അത് 2 എന്ന് പറയുന്ന വാല്യൂ വരുന്നത്. ആൻഡ് ദെൻ GC എന്ന് പറയുന്ന മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്ച്വലി ഈ ഇതിൻ്റെ ഇനേബിൾ ഡിസേബിളൊക്കെ നമുക്ക് ഗാർബേജ് കളക്ടറിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എങ്ങനെയാണ് ഈ ജനറേഷൻ 0, 1, 2, 3 എന്ന് പറയുന്നത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാനുവലി ചെയ്യാം. ഒരു ഇത്ര സമയത്തിന് ശേഷം എൻ്റെ പ്രോഗ്രാമിൽ എനിക്ക് ഇത്ര ഒബ്ജക്ട്സിനെ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുള്ളതാണ് ഈ GC.collect എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല പൈതൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ജനറേഷനും ഓരോ ത്രഷോൾഡ് എന്ന് പറയുന്ന ഒരു നമ്പറുണ്ട്. ഇതൊരു വാല്യൂ ആണ്, വേറെ ഒന്നുമില്ല, ഒരു വാല്യൂ ആണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഏറ്റവും അവസാനം ഞാൻ അത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്, നമുക്കതല്ല നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ജനറേഷനും ഓരോ വാല്യൂ ഉണ്ടാകും. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഒരു ഡിഫറൻസ് ആണ്. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എത്ര ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്തു, എത്ര ഒബ്ജക്ട്സിനെ ഡീഅലോക്കേറ്റ് ചെയ്തതിൻ്റെ ഡിഫറൻസ് ബേസ് ചെയ്തിട്ട് പൈതൺ ഇൻറ്റേർണലി ഓരോരോ ഗാർബേജ് കളക്ഷൻ ഓരോരോ ജനറേഷനിലും നടത്തുന്നതായിരിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആക്ച്വലി കാണിച്ചു തരാം അത് എങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്തതെന്ന്. സോ ഞാനിപ്പോൾ ഒരു ഓൺലൈൻ കമ്പൈലറാണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം GC എന്ന് പറയുന്നൊരു മോഡ്യൂൾ, നമ്മൾ ഗാർബേജ് കളക്ടറിൻ്റെ മോഡ്യൂളാണ്. ഇതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ അതിനുള്ള ത്രഷോൾഡ് എന്ന് പറയുന്നത് അത് ഞാൻ കാണിച്ചു തരാം. സോറി, നോക്കട്ടെ. അതാണ് ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു ത്രഷോൾഡാണെന്ന് വെച്ചാൽ ആദ്യത്തെ ജനറേഷനിൽ ഇതിപ്പോൾ വരുന്നതെന്ന് വെച്ചാൽ ആദ്യത്തെ ജനറേഷനിൽ 700 ഒബ്ജക്ട്സിൻ്റെ ഡിഫറൻസ് വരും. വെച്ചാൽ 1000 ഒബ്ജക്ട്സ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് 300 ഡീഅലോക്കേറ്റ് ആയെങ്കിൽ ആ ഒരു ഡിഫറൻസ് വരുന്ന സമയത്ത് ആദ്യത്തെ ഗാർബേജ് കളക്ഷൻ ആദ്യത്തെ ജനറേഷനിൽ റൺ ചെയ്യാം. അതിനുശേഷം അടുത്ത ജനറേഷനിൽ 10 ഡിഫറൻസ്, അതിൻ്റെ അടുത്ത ജനറേഷനിൽ 10. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സംഖ്യയുടെ മാറ്റം അനുസരിച്ച് എത്രത്തോളമാണ് ആ മാറ്റം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആൻഡ് ഇതിനകത്ത് നമുക്കിപ്പോൾ ഡിഫോൾട്ടായിട്ട് കൂടി സെറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കാണിച്ചാൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ആ വാല്യൂ വേണ്ടെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. ഇതെന്ന് പക്ഷേ ഒരു പ്രിഫറബിൾ വേ അല്ല. അതേപോലെ തന്നെ നമുക്കിപ്പോൾ പ്രിൻ്റ് നമുക്ക് നമ്മുടെ ഗാർബേജ് കളക്ടർ കറണ്ട് ഇപ്പോൾ ഓണാണോ നോക്കാം. അപ്പോൾ ട്രൂ ആണെന്ന് വരുന്നുണ്ട്. നമുക്ക് ഡിസേബിൾഡൊക്കെ ആക്കാൻ പറ്റും. GC
അപ്പോൾ നമുക്കിവിടെ ജി സി മോഡുകൾ ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗാർബേജ് കളക്ഷൻ ഇനേബിളും ഡിസേബിളും ഒക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള വേറൊരു മെത്തേഡാണ് GC.collect. അത് നമ്മൾ ഇപ്പോൾ മാനുവലിയൊക്കെയാണ് ചെയ്യുന്നത്. ഇത്ര സമയത്തിന് ശേഷം എനിക്ക് ഗാർബേജ് കളക്ഷൻ്റെ പ്രോഗ്രാമിൽ ചെയ്യണമെങ്കിൽ GC.collect നമ്മൾ യൂസ് ചെയ്താൽ അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട്സിനെയൊക്കെ അത് ഗാർബേജ് കളക്ട് ചെയ്തോളും. അത് നിങ്ങൾക്ക് ഏത് ടൈം ബേസ് ചെയ്തിട്ട് ചെയ്യാം. GC.collect എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. അത് യൂസ് ചെയ്ത് നമുക്ക് പ്രോഗ്രാമിൽ മാനുവലായിട്ട് ഇപ്പോൾ ഇത്ര സമയത്തിന് ശേഷം ഇത്ര ഗാർബേജ് കളക്ഷൻ നടത്തണമെങ്കിൽ അത് നമുക്ക് GC.collect എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഒബ്ജക്ട്സിനെ കളക്ട് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ സാധിച്ചത്. സോ ഒരു റൗണ്ടപ്പ് എന്നുള്ള രീതിയിൽ സോ അപ്പോൾ ഇത്രയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു സമ്മറൈസേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ പൈതണിൽ ഓട്ടോമാറ്റിക് മെമ്മറി മാനേജ്മെൻറ്റാണ്. മെമ്മറി അലോക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും, ഡി അലോക്കേഷൻ ഓട്ടോമാറ്റിക്കായിട്ടാണ് നടക്കുന്നത്. രണ്ട് രീതിയിലാണ് ഗാർബേജ് കളക്ഷൻ നടക്കുന്നത്. ഒന്ന് റെഫറൻസ് കൗണ്ടിങ് ബേസ് ചെയ്തിട്ടും രണ്ട് ജനറേഷണൽ ഗാർബേജ് കളക്ഷനുമാണ് നടക്കുന്നത്. റെഫറൻസ് കൗണ്ടിങ് എപ്പോഴാണോ റെഫറൻസ് കൗണ്ട് 0 ആവുന്ന ഗാർബേജ് കളക്ടർ ആ ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യും. സൈക്ലിക് റെഫറൻസുകളോ അല്ലെങ്കിൽ സെൽഫ് റെഫറൻസുകളോ വരുമ്പോൾ ഒരിക്കലും റെഫറൻസ് കൗണ്ട് 0 ആവാത്തത് കൊണ്ട് തന്നെ ആ ഒബ്ജക്ട്സിനെ മെമ്മറിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ജനറേഷൻ ഗാർബേജ് കളക്ഷൻ വരുന്നത്. അവിടെ 3 ജനറേഷനായിട്ട് തിരിക്കുകയും ഏറ്റവും കൂടുതൽ ഒബ്ജക്ട്സ് വരുന്നത് ആദ്യത്തെ ജനറേഷനും ഏറ്റവും കുറവ് വരുന്നത് രണ്ടാമത്തെ മൂന്നാമത്തേലും ആയിരിക്കും. ആ ഒരു നമ്പറിൻ്റെ ഡിഫറൻസ് വെച്ചിട്ടോ നിങ്ങൾക്ക് മാനുവലിയോ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗാർബേജ് കളക്ഷൻ നടത്താൻ സാധിക്കുന്നതായിരിക്കും. ഒരു ത്രഷോൾഡ് വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗാർബേജ് കളക്ഷൻ നടക്കുന്നത്. ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചറിൽ നമ്മൾ ഒബ്ജക്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എക്സ്റ്റേണൽ റെഫറൻസ് ഇല്ലാത്ത ഒബ്ജക്ട്സിനെ മാത്രം മാർക്കിയാൽ അവരെല്ലാം ഗാർബേജ് കളക്ട് ചെയ്തിട്ടാണ് പൈതൺ മെമ്മറി മാനേജ് ചെയ്യുന്നത്. ആൻഡ് ഫങ്ഷൻസ് എല്ലാം സ്റ്റാക്കിലും ലോക്കൽ വേരിയബിൾസ് എല്ലാം ഫംഗ്ഷൻ്റെ സ്റ്റാക്ക് ഫ്രെയിമിൻ്റെ അകത്ത് വരും. അതേപോലെ തന്നെ ഒബ്ജക്ട്സിനെല്ലാം നമ്മൾ ഹീപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.